ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സ്വാതി ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കടലിൽ നിന്ന് ഭയങ്കര ഡാൻസ് ചെയ്യാണ്. അപ്പൊ നേഹം പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു ഇന്ദ്ര എന്ന്. എന്തിനാ പേടിക്കുന്നത്, യു ക്യാൻ എൻജോയ് എന്നൊക്കെ പറഞ്ഞ് അവളെ ഉന്തി തള്ളി ഇന്ദ്ര വിടുകയാണ് കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരുടെ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് രണ്ടുപേരുടെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര ത്രില്ലിലാണ് നമ്മുടെ സ്വാതി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ ഇതിങ്ങനെ ആസ്വദിച്ച് ഇന്ദ്രൻ ഇറങ്ങിയില്ല. ഇന്ദ്രൻ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്ത് ആളിങ്ങനെ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്വാതി ഇങ്ങനെ തിരയിലേക്ക് പെടുകയാണ്. നിങ്ങൾ ഇറങ്ങി കടലിലേക്ക് ചെല്ലേ, എങ്കിലല്ലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, ഡാൻസിനൊക്കെ ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവരൊരു ആവേശത്തില് ഇങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് പുറകോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ പുറകോട്ട് പോയിട്ട് തിരയിലേക്ക് ഈ സ്വാതി വീണു പോയിട്ട് രക്ഷിക്കുക എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേങ്കില് ഇന്ദ്രൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ നേഹ വന്നിട്ട്, ഇന്ദ്ര നീ വേഗം അവളെ രക്ഷിക്ക എന്ന് പറഞ്ഞു. എന്തിന്, അവള് വീണതാ, അവള് എന്തേലും അപകടം പറ്റും, നീ വേഗം വന്ന് രക്ഷിക്ക. പിന്നല്ലാതെ ഇത് രക്ഷിക്കാനായിട്ടൊന്നുമല്ല, ഇതാണ് മരണവെപ്രാളം എന്ന് പറയണത്. രക്ഷിക്കിന്ദ്ര, അവക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോ നമുക്കെന്താ എന്നാണ് ഇന്ദ്രന്റെ ചോദ്യം. വേഗം തന്നെ പറയാണ്, അവള് ചാവട്ടെ, നമ്മൾ എന്താ ഇത്ര നോക്കാനിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നേഹ ഇങ്ങനെ ഇവിടെ നിന്നു കുറച്ചു നേരം. ഈ സമയത്താണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവിയും കൂട്ടി സേതു വന്ന പാടെ ഇന്ദ്രന്റെ ഒരൊറ്റ ചവിട്ട് കൊടുത്തു. അപ്പൊ ഇന്ദ്രൻ നിലത്ത് വീണാണ്. എന്നിട്ട് പല്ലവിയാണ് ഓടി സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അടുത്തേക്ക് ചെന്നു. വേഗം തന്നെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെ വെപ്രാളമായി കേട്ടോ സ്വാതിയാണെങ്കിൽ എഴുന്നേക്കുന്നുമില്ല. നേഹയും കൂടെ പല്ലവിയുടെ കൂടെ ചെന്ന് ഇവർ രണ്ടുപേരുടെ ഇവനെ പിടിച്ച് പൊക്കുമ്പത്തേനും, എടാ നീ എന്തൊരു മണ്ടനാടാ, എന്നെ അടിക്കാതെ നീ പോയി നിന്റെ അനിയത്തിയെ നോക്കടാ എന്ന് പറഞ്ഞു. നീ എന്റെ അനിയത്തിയെ ഉപദ്രവിക്കും അല്ലടാ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു സേതു ഇന്ദ്രന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് അവനെയും പിടിച്ച. പെട്ടെന്നാണ് ഓർമ്മ വന്നത്. സേതു വേഗം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേനും ഇന്ദ്രനോട് രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ സേതുവും പല്ലവിയും പിടിച്ചോണ്ടിരുന്നപ്പോഴേക്കും നേഹയും വരികയാണ്. ആരടി നീ, ഓടറി വീട്ടിലേക്ക് പോടി എന്ന് പറഞ്ഞ് നേഹനെ വേഗം സേതു ഓടിച്ചു. ഇവിടെ പിടിച്ച് എഴുന്നേപ്പിച്ചപ്പോഴത്തേനും, നിങ്ങളൊക്കെ ആരാ, നിങ്ങളൊക്കെ എന്തിനാ എന്നെ പിടിക്കുന്നത്, എനിക്ക് ഡാൻസ് ചെയ്യണം, എനിക്ക് ഡാൻസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് പരിസരബോധം പോലും ഇല്ലാതെ അവിടെ നിന്ന് സ്വാതി ഡാൻസ് ചെയ്യാണ്. അപ്പൊ സേതുവിന് പേടിയായി. പല്ലവി, എന്താ ഇവളീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. സേതു ഏട്ടാ, അവള് കഴിച്ച ഗുളികേടിയായത്, എത്രയും വേഗം നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കണം, വേഗം തന്നെ ആട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കില് എന്നെ വിട്, നീ എനിക്ക് ആരാന്ന് പോലും അറിയില്ല, വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞ സ്വാതി ഒരേ ബഹളം. അപ്പൊ വേഗം തന്നെ സേതു ഇവളെ പൊക്കിയെടുത്ത് ലാസ്റ്റ് തോളിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. വേറെ നിവർത്തിയില്ല. ഡി അഡിക്ഷൻ സെന്ററിൽ എത്തി. എന്നിട്ട് ഇവള് കാറി നിലവിളിച്ചുകൊണ്ട് ഓട്ടുകയാണ്. അപ്പോഴേക്കും ഡോക്ടറൊക്കെ വന്നു കേട്ടോ. ഡോക്ടർ വന്നിട്ട് എന്താ എന്ന് ചോദിച്ചപ്പോ, തൊട്ടു പോകരുത്, ആരാ നിങ്ങള്, എനിക്കാരെയും കാണണ്ട, എനിക്ക് പോണം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം രണ്ട് കൈയും പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് അവസാനം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ് കേട്ടോ. അല്ലാതെ ഇവൾ അടങ്ങില്ല എന്ന് ഡോക്ടർ മനസ്സിലായി. അത്രയ്ക്ക് വയലന്റ് ആയി സ്വാതി. എന്നിട്ട് അലറി വിളിക്കുകയും കാറും ഒക്കെ ചെയ്യാണ്. ഇപ്പൊ ഡോക്ടർ പറയാണ് കേട്ടോ, അതെ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം, പേടിക്കണ്ട. പിന്നെ മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവളാണെങ്കിൽ മാസങ്ങൾ വേണ്ടി വരുമായിരുന്നു ഈ രോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ആക്ച്വലി ആരാ ഇവരെ ഇങ്ങനെയൊക്കെ നശിപ്പിക്കുന്നത്, ഒരു ഗ്യാങ് ആണോ ഒരു വ്യക്തിയാണോ? ഒരാളാണ് സർ എന്ന് പറഞ്ഞു. പക്ഷെ അയാള് ഒരു ഗ്യാങ്ങിനേക്കാൾ ഒരു ശക്തനാണ്, അപകടകാരി, ഡിസ്ട്രോയ് ചെയ്താണ്, ഇവരെ ഒന്നും വെച്ച് വാഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി നിങ്ങൾ കാരണം രക്ഷപ്പെട്ടു, അതിനെ സാധിക്കാത്ത എത്രയോ പേര് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ട് എന്നേക്കുമായിട്ട് മാനസിക രോഗികളായിട്ട് മാറുന്നു എന്നറിയോ? അതുകൊണ്ട് ഈ മഹാവിപത്താണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇതിന്റെ തിന്മയെക്കുറിച്ച് യുവജനങ്ങൾ ബോധവാന്മാരല്ലാത്തത്? ഇങ്ങനെയാവും ഡോക്ടർ, ബുക്കിലും മൂലയിലും വല വിരിച്ച് കാത്തിരിക്കുമല്ലേ ഇന്ദ്രജിത്തിനെ പോലെയുള്ളവർ. ഡോക്ടർ പറഞ്ഞതാ ശരി, ഡിസ്ട്രോ ചെയ്ത് കളയണം, വേരോട് പിഴുതു കളയണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു ഡോക്ടർ, അങ്ങനെ തന്നെയാ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു. സേതു മുണ്ടം മടക്കി കുത്തി നേരെ ഇറങ്ങാണ് കേട്ടോ. വേറെ നിവർത്തിയില്ല ഇനി സേതുവിന്. അപ്പൊ ഇവളുടെ അവസ്ഥ കണ്ടിട്ട് അപ്പൊ ഇന്ദ്രൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനി എന്താണെങ്കിലും സേതു വരും എന്നുള്ള ഉറപ്പായി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. എന്താടാ അമ്മേ, എന്നെ ആരന്വേഷിച്ചു വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം കേട്ടോ
എന്തു പറ്റി? അതൊക്കെ ഞാൻ പിന്നെ പറയാം, ആകെ പ്രശ്നമാ. ഇന്ദ്രൻ അങ്ങ് പേടിച്ചു പോയി. അല്ല, ഞാൻ എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട എന്താ? ഡിമാൻഡ് സപ്ലൈ അത്രയല്ലേ ഉള്ളൂ. ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. എന്താണ് നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കുഴപ്പം എന്ന് ചോദിച്ചു. അത് വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പോഴേ അവൻ വരും. അമ്മ പോയി വേഗം കത്തി എടുത്തോണ്ട് വാ. എന്തിനാ എന്ന് ചോദിച്ചു. കൊല്ലാൻ. അതെ, ഇടിക്കിടയിൽ അവന്റെ ചങ്ക് നോക്കി കുത്താനായിട്ടാ. എന്താടാ, ആരെയാ നീ കൊല്ലാൻ പോണത്? വരുമേ, ഇപ്പൊ വരും എന്ന് പറഞ്ഞ ഇവൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദേ വന്നു കഴിഞ്ഞു. നമ്മുടെ സേതു ലാൻഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്താണെങ്കിലും അടിയും ഇടിയും ചാവട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ദ്രന് ദേ വന്നു, അവൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ വെപ്രാളം പിടിക്കുന്നത്. കല്ല് കിട്ടുമെന്ന് ഉറപ്പാണ് ഇന്ദ്രന് എന്താണെങ്കിലും. അമ്മേ, അമ്മേ, അവൻ വന്നു. അമ്മേ, ഞാൻ അവനെയാ കൊല്ലാൻ പോണത് എന്ന് പറഞ്ഞു. ഡാ എന്ന് വിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. ആഹാ, വന്നല്ലേ? ശരിക്കും ഞാൻ വെയിറ്റിംഗിൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. നീ വരുമെന്ന് എന്താണേലും എനിക്കറിയായിരുന്നു. എന്താ അപ്പോ എങ്ങനെയാ? ഒന്ന് രണ്ട് ഡയലോഗ് പറയണോ അതിനു മുൻപ് ഇടി തുടങ്ങാണോ എന്നിങ്ങനെ ചോദിച്ചു. ഒന്നും നോക്കിയില്ല. സേതു എടുത്തിട്ട് ചാമ്പുകയാണ് ഇന്ദ്രനെ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇടി കൊണ്ടിട്ടാവാം ഇനി സംസാരം എന്നായി. ഓഹോ, അങ്ങനെയല്ലേ? അപ്പോ ആക്ഷൻ മാത്രമേ ഉള്ളൂ, സംസാരമില്ല അല്ലേ? ശരി, എന്നാ പിന്നെ അങ്ങനെയാട്ടെ, ആയിക്കോട്ടെ, നടക്കട്ടെ. എനിക്കും അത് തന്നെയാ ഇഷ്ടം. ഏതു വന്ന വഴി ഇവനെ കൊങ്ങയ്ക്ക് പിടിച്ച് ഭിത്തിയെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. അപ്പോഴേക്ക് രാജലക്ഷ്മി വന്നു. എടാ വിശ്വ, ഓടി പോടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും വിശ്വ ഇറങ്ങി വന്നെങ്കിലും സേതുവാണ് കേട്ടോ എടുത്തിട്ട് അടിക്കുന്നതെന്ന് മനസ്സിലായപ്പോഴത്തേനും തന്നെ വേഗം തന്നെ വിശ്വ അവിടെ നിന്നു. എടാ വിശ്വ, നീ രക്ഷിക്കടാ എന്ന് പറഞ്ഞു. എന്തിന്? എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ച് കാണും, മേടിക്കട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു. എടാ, അത് നിന്റെ കൂടപ്പറപ്പാ. ആ വിചാരം ഇങ്ങോട്ടില്ലല്ലോ, പിന്നെ എനിക്കെന്തിനാ? നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ എന്ന് പറഞ്ഞ രാജലക്ഷ്മി വീണ്ടും സേതുവിന്റെ അടുത്തേക്ക് വരികയാണ്. എടാ മോനെ, ഇനിയും വിട്ടില്ലെങ്കിൽ അവൻ ചത്തുപോടാ. ഈ ഒരു അമ്മയുടെ അപേക്ഷയാ, നീ ഒന്ന് വിട് പ്ലീസ്ഡാ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവസാനം സേതു വിട്ടോ. ദേ, ഇനിമേലിൽ എന്റെ പെങ്ങന്മാരുടെ നേരെ എങ്ങാണ്ട് ഇറങ്ങാം, നിന്നെ ഞാൻ കൊന്നു കളയും. സേതു വെറും വാക്ക് പറയില്ല. ദേ, ഇപ്പം ഇവര് പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുക എന്ന് പറഞ്ഞു. എന്നിട്ടും ഇന്ദ്രൻ ഒരുമാതിരി പുച്ഛിച്ച ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജലക്ഷ്മിയോട് പറയാണ്, തള്ളേ ചാവുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്ന് അതിനിടയ്ക്ക് പറയുകയും ചെയ്തു. അപ്പൊ രാജലക്ഷ്മി എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും വന്നിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. അവസാനം പിന്നെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇന്ദ്രനെ വിട്ടിട്ട് സേതു ഇറങ്ങി അങ്ങ് പോവാണ്. എടാ, ഒരമ്മയുടെ അപേക്ഷ മാത്രമായിട്ട് കരുതിയാൽ മതി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത്തവണത്തേക്ക് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സേതു വിട്ടിട്ട് പോയി. പക്ഷെ ഇന്ദ്രൻ അത് കഴിഞ്ഞ ശേഷം പറയാണ്, അതെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മതി, നീ അങ്ങോട്ട് മറിച്ചവനെ. എന്തിനാടാ ഇങ്ങനെ കണ്ണി കണ്ടവന്മാരുടെ കുത്തി കൊണ്ട് ചാകാൻ നിൽക്കുന്നത്? നാണമില്ലേ? എന്റെ അമ്മേ, ലൈഫിൽ ഇതിനൊക്കെയല്ലേ ഒരു ത്രില്ല്, അല്ലാതെ ചുമ്മാ ജീവിച്ചിട്ട് എന്താ അമ്മേ കാര്യം എന്ന് ചോദിക്കുകയാണ്. കഷ്ടം തന്നെ. എന്റെ അമ്മേ, അവൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമല്ല. ദേ, വലിയൊരു കുത്ത ഞാൻ അവനോട്ട് കുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഇതൊക്കെ എന്താ ചെറിയൊരടി, അതൊക്കെ വലിയ കാര്യമുള്ള കേസാണോമേ? ഈശ്വര എന്ന് പറഞ്ഞിങ്ങനെ തലേ കയ്യും വെച്ച് നിൽക്കുകയാണ് രാജലക്ഷ്മി. പിന്നെ കാണുന്നത് സേതുവിനെയും പല്ലവിനെയാണ്. ഇത്ര അനുഭവം ഉണ്ടായിട്ടും ഇന്ദ്രനൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നാണ് ശരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഇത്രയായിട്ടും അവൻ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയാണല്ലോ. അവനൊന്നും പഠിക്കുന്നില്ലല്ലോ. പഠിക്കും. നിയമപരമായിട്ട് പല്ലവിയുടെ ഉള്ള അവകാശം എടുത്തു കളയുമ്പോ എല്ലാം അവസാനിക്കും. എല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും. അതുവരെ പോലീസിൽ പരാതി കൊടുത്താല് പാവപ്പെട്ട സ്വാതിയുടെ ഭാവിക്കും അത് ബാധിക്കും. ഇതിന് ശരിക്കും ഇവനെ പോലുള്ളവരെ നിയമപരമായി വെടിവെച്ച് കൊല്ലുക ചെയ്യേണ്ടത്. എത്ര പേരുടെ ജീവിതമാണ് ഇവര് കാരണം നശിപ്പിക്കുന്നത് അല്ലേ സേതുവേട്ട എന്ന് ചോദിച്ചു. ആ സ്ത്രീ വന്ന് കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ടാ, ഇല്ലെങ്കിൽ അവൻ ഇപ്പൊ പട്ടടയെ വെക്കേണ്ടി വന്നേനെ എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കണ്ട സേതുവേട്ട. വീടിനും നാടിനും വേണ്ടാത്ത ഒരുത്തനാണ് ഇന്ദ്രൻ. സേതുവേട്ടന്റെ കൈകൊണ്ട് മരിച്ച സേതുവേട്ടന് മാത്രമായിരിക്കും നഷ്ടം. അവൻ കളിച്ച് കളിച്ച് കുടുംബത്ത് കയറി കഴിക്കാൻ തുടങ്ങി. എല്ലാം സഹിക്കണമെന്നാണോ പല്ലവി പറയണത്? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പെങ്ങന്മാര് അവരെ നശിപ്പിക്കാൻ നോക്കിയാ വെറുതെ വിടില്ല ഞാൻ എന്ന് പറഞ്ഞു. എന്റെ സേതുവേട്ടൻ എന്തറിഞ്ഞിട്ടാ? ഇപ്പൊ കൊടുക്കേണ്ടത് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ, തൽക്കാലം അത് മതി. ഇയാൾ ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം, എന്നിട്ട് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞു. ആ ഡിവോഴ്സ് കേസ് വേഗത്തിലാക്കണം പല്ലവി. എത്രയും വേഗം തന്നെ അവനെ ലൈഫിൽ നിന്ന് പറിച്ചു മാറ്റണം, എന്നാലേ സമാധാനം കിട്ടും. കേസ് കോടതിയല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്,
വക്കീലിനെ ഒന്ന് വിളിച്ച് ഫോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇപ്പൊ സംഭവിച്ച എന്തൊക്കെയാന്ന് മനസ്സിലായില്ലേ? കറിവേപ്പിലയായിരിക്കാം ഞാൻ, പക്ഷെ കറിയിൽ അതിന്റെ പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. എനിക്കിതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയായിരുന്നു സേതുവേട്ട എന്ന് പറഞ്ഞു. ഇപ്പൊ അത് അമ്മയും തിരിച്ചറിയുന്നുണ്ടാവും. നമുക്ക് നോക്കാം അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ സേതു ഇങ്ങനെ നിൽക്കാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു ധർമ്മസങ്കടം. ഇതിനിടയില് മറ്റൊരാളുണ്ട് അത്ഭുതപ്പെടുത്തിയത്, ഇന്ദ്രന്റെ അനിയൻ വിശ്വജിത്ത്. സ്വന്തം ചേട്ടൻ തല്ലുകൊള്ളുന്ന കണ്ടിട്ടും അനങ്ങിയില്ല അവൻ. അവന്റെ അർത്ഥം അയാൾക്ക് ഇന്ദ്രനെ ഇഷ്ടമില്ല എന്നല്ലേ? സത്യത്തിൽ അതെ, സ്വന്തം ചേട്ടനെ രക്ഷിക്കാൻ കൂട്ടു നിൽക്കാത്ത വിശ്വജിത്തിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സകല സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ വന്നാ വീണ്ടും പ്രശ്നമാവും. പാറുവും വിശ്വവും തമ്മിൽ കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ സേതു, ഇല്ല, ഇറക്കി വിടുവൊന്നുമില്ല അവനെ, മറിച്ച് മറ്റെന്തെങ്കിലും അവിടെ സംഭവിക്കും, അതിനാണ് സാധ്യത കൂടുതൽ എന്ന് സേതു പറഞ്ഞു. അതെന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. വിശ്വത്തിനെ ഇനി അവൻ കൊല്ലുവോ? വിശ്വജിത്തിനെയും പാറുവിനെയാണ് കാണുന്നത്. എന്താ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ച് പാറു വരിക. കുറെ ആലോചിച്ചതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു പാറു. അതിന് വേണ്ടിയിട്ടാ പാറുവിനോട് വരാൻ പറഞ്ഞത്. എന്താ എന്ന് ചോദിച്ചു. അപ്പം ആള് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. എന്റെ ഏട്ടത്തിന്റെ പക അത് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൂടിയാ വരുന്നത്. അതുകൊണ്ട് ആദ്യം അത് ഏട്ടത്തിക്ക് നേർക്ക് മാത്രമായിരുന്നു, പക്ഷെ അത് സേതുവേട്ടന്റെ നേർക്കും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? ഡിവോഴ്സാണ് പരിഹാരം. എന്റെ ചേച്ചി ഇന്ദ്രന്റെ ഭാര്യ അല്ലാതായി മാറുന്നതോടെ എല്ലാം അവസാനിക്കും വിശ്വ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഏട്ടന്റെ മനസ്സ് മാറുമെന്ന്. കുഴപ്പങ്ങളാ മുഴുവൻ ഞാൻ കാണുന്നത്. ഏട്ടന്റെ പക അതെങ്ങനെയൊക്കെ സഞ്ചരിക്കുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വിശ്വ? പറ്റും, നമുക്കേ പറ്റൂ എന്ന് പറഞ്ഞു. എന്താ എന്ന് ചോദിച്ചു. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ എന്നായിരുന്നു വിശ്വത്തിന്റെ ഒരു ചോദ്യം. അപ്പൊ ഇത് വല്ലാത്തൊരു ഷോക്കായി പോയി പാറുവിന്. പാറു ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു കാര്യമായിരുന്നു വിശ്വൻ ചോദിച്ചത് കേട്ടോ. എന്താ പാറു എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. എന്തായാലും എല്ലാവരും വിശ്വസിക്കുന്നത് നമ്മൾ രണ്ടുപേരും പ്രേമത്തിലാണ് എന്ന് തന്നെയാണ്. നമുക്ക് മാത്രമേ അങ്ങനെയൊന്നുമില്ല എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേങ്കില് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പാറു ഇങ്ങനെ നോക്കുകയാണ്, ഇതെന്താ വിശ്വം ഇങ്ങനെ? അല്ല, ഞാൻ പാറുവിനെ കല്യാണം കഴിച്ചാൽ അത് ഏട്ടനൊരു ഷോക്കായിരിക്കാം. ആദ്യം അമ്മയ്ക്ക് കുറെ എതിർപ്പ് കാണും, പിന്നെ അമ്മയും നമ്മളെ അംഗീകരിച്ചു തുടങ്ങും. അതോടെ എന്റെ വീട്ടില് ഏട്ടൻ പതിയെ പതിയെ ഒറ്റപ്പെട്ടു തുടങ്ങും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏട്ടനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല, ജീവിതത്തില് ഒരു കൂട്ട് വേണം എന്നെനിക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് കുറെ നാളായി. ചിന്തിക്കുമ്പോഴൊക്കെ തെളിഞ്ഞു വരുന്നത് തന്റെ ഒരു മുഖം മാത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അല്ല, എന്തുകൊണ്ടോ തന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, ആ വിവേകം എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, താല്പര്യമില്ലെങ്കിൽ തനിക്ക് തുറന്നു പറയാം എന്ന് പറഞ്ഞു. അപ്പോഴും പാറു ഒന്നും മിണ്ടിയില്ല. പാറുവും എവിടെയോ ഇതൊരാഗ്രഹിച്ചതുപോലെയാണ് പാറുവിന്റെ നിപ്പ് കേട്ടോ. എനിക്ക് യോഗമില്ല എന്ന് കരുതി ഞാൻ മാറിപ്പോയിക്കോളാം, ഒരിക്കലും ശല്യമായിട്ട് കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനൊരു നിഷേധിയാണെന്ന വീട്ടുകാരൊക്കെ കരുതിയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായത്. വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി. വിശ്വം നല്ല കമ്പനിയാ, എനിക്ക് പറ്റിയ ആളാ. പക്ഷെ ഇത് എന്റെ അച്ഛനും കൂടി അത് പറയണം. അതുകൊണ്ട് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ആദ്യം വിശ്വം ശ്രമിക്കണം. അതത്ര എളുപ്പമാണോ പാറു? ഒട്ടും എളുപ്പമല്ല, അതെനിക്കറിയാം. വീട്ടുകാർ സമ്മതിക്കണം, എന്നാലേ ഞാൻ സമ്മതിക്കൂ എന്ന് പാറുവിന്റെ മറുപടി. എന്താ വേണമെന്ന് ആലോചിച്ച് വിശ്വത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് പോയി. അപ്പൊ വലിയൊരു ധർമ്മസങ്കടത്തിലേക്കാണ് വിശ്വത്തിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനി വിശ്വം എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. അച്ഛനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.